हम अपने नबी पाक से यूं प्यार करेंगे, हम अपने नबी पाक से यूं प्यार करेंगे, हर हाल में सरकार का मिलाद करेंगे, हर हाल में सरकार का मिलाद। പ്രിയമുള്ളവരെ, 14 സംവത്സരങ്ങൾക്കപ്പുറം പ്രപഞ്ചത്തിന്റെ ദിഗന്ധങ്ങളിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കി മണൽക്കാറ്റിന്റെ സീൽക്കാരവും ഈന്തപ്പന ഓലകളുടെ മർമ്മരവും ഏറ്റ് അങ്ങ് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യപ്രവാചകരുടെ 1500-ാം ജന്മദിനത്തിലേക്കാണ് മുസ്ലിം സമൂഹം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാലും നാൽപ്പാടും തമസ്സിന്റെ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടിയപ്പോൾ ആ കറുത്ത കരിമ്പടം വലിച്ചുമാറ്റി കാലാന്തരങ്ങളെ കടത്തിവെട്ടി കടന്നുവന്ന പുണ്യപ്രവാചകരുടെ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഇന് ഇനി ശേഷിക്കുന്ന മാസങ്ങൾ മാത്രം ബാക്കി. നമ്മുടെ ആധ്യാത്മിക ഭൗതിക തലങ്ങളിൽ അദാരശിര തന്നെയാണ് പുണ്യനബിയുടെ തിരുപ്പിറവി. മനുഷ്യനെ ആത്മീയ ഔന്നത്യമായും സാമൂഹികമായും ജീവിത ദർശനമായും നാം മുറുകെ പിടിക്കുന്ന സൽസരണിയുടെ സുഗന്ധമായ സുന്നത്തുകൾ തന്നെയാണ് ഇഹബിറ വിജയത്തിന്റെ വഴിവിളക്കും. അറിയുമോ നിങ്ങൾ മുത്ത് നബിയുടെ മൗലിദിൻ മാസം 2025 ആഗസ്റ്റ് മാസം അവസാനത്തോടെ ഈ വർഷത്തെ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിന് തുടക്കം കുറിക്കുകയാണ്. നാടെങ്ങും നബിദിനാഘോഷം കൊണ്ടാടുകയാണ്. ഈ വർഷത്തെ വിശുദ്ധ റമളാനും ഈദുൽ ഫിത്തറും കഴിഞ്ഞു. കർമ്മപ്രധാനമായ ഹജ്ജിന്റെ ദിനരാത്രങ്ങളും ചരിത്ര സ്മരണകൾ ഉയർത്തുന്ന ബലി പെരുന്നാളും വന്നുപോയി. ഇനി ഇതാ വിശുദ്ധ മാസമായ ദുൽഹജ്ജും നമ്മിൽ നിന്നും വിട പറയാൻ ഒരുങ്ങുകയാണ്. അതോടെ തന്നെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഇസ്ലാമിക കലണ്ടറിൽ ആദ്യ മാസമായ പുണ്യ മുഹറം മാസത്തിന്റെ വരവായി. അതോടെ മുസ്ലിം ലോകത്തൊരു പുതുവർഷപ്പുലരി പിറക്കുകയാണ്. ഈ വിശുദ്ധ മുഹറം മാസത്തിൽ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആശൂറാം ഏറെ പ്രസക്തമാണ്. ഒട്ടേറെ ചരിത്ര സത്യങ്ങൾ കടന്നുപോയ ഒരു മഹത്തായ പുണ്യദിനമാണ് മുഹറം 10. ഈ വിശിഷ്ട ദിവസവും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വർഷത്തെ നബിദിനത്തിന് വേണ്ടി കാത്തിരിക്കുകയായി. ഭക്തിപൂർവ്വം ആ സുദിനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് നാടെങ്ങും. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഇന് മാസങ്ങൾ മാത്രം ബാക്കി. പുണ്യപ്രവാചകന്റെ അവിടുത്തെ വിശുദ്ധ ജീവിതത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് ഈ പുണ്യ ദിവസത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ്. നബിദിനം എന്നുള്ളത് മറ്റു ജന്മദിനം പോലെ അങ്ങ് ആഘോഷിച്ചു പോകാനുള്ളതല്ല. ലോകത്തിന് ഏറെ അനുഗ്രഹമായി ഏറ്റവും വലിയൊരു നന്മയുടെ ഓർമ്മകളെ ഓർത്തെടുക്കുന്ന ഒരു പ്രധാന സുദിനം തന്നെയാണ് ആ വിശേഷ ദിനം. കാരണം ആ തിരുപ്പിറവിയെ ഖുർആൻ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിച്ചത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് ആ പുണ്യപ്പിറവി. റബീഉൽ അവ്വൽ മാസത്തിലെ 12-ാം തീയതി വിശ്വാസികൾ ലോകത്തെങ്ങും വലിയ ആദരവോടെ അത്യാഹ്ലാദത്തോടെ ആചരിക്കുന്ന ഒരു ദിനം തന്നെയാണ് നബിദിനം. ആരെല്ലാം വിമർശിച്ചാലും ആരൊക്കെ പരിഹാസത്തിന്റെ പടവാളുയർത്തിയാലും വിശ്വാസികൾ ഒട്ടും പിന്നോട്ടു പോകില്ല. അക്കാലത്തും സത്യവും നീതിയും എന്തെന്നറിയാത്ത മനുഷ്യരെ സത്യമാർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്ത് അയച്ചതോ ഒരു അതിവിശാലമായ കാരുണ്യമായി വിശ്വാസികൾ വിശ്വസിക്കപ്പെടുന്നു. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ നയിക്കണം, വീട് മുതൽ ലോകം വരെ നന്മയും സമാധാനവും എങ്ങനെ പടർന്നു പിടിക്കണം തുടങ്ങിയ ഒട്ടേറെ വലിയ പാഠങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. ആ മഹത്തായ ജീവിത രീതി നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കണം. കതിരൊളിയാം കനകദീപം ഖാതിമുൻ നബിയേ, നബിദിനത്തിൽ വിശ്വാസികൾ പലവിധ സൽക്കർമ്മങ്ങൾ സംഘടിപ്പിച്ചു. പ്രവാചകന്റെ ജീവിതം ഓർക്കുന്ന മൗലീദ് പാരായണം നടത്തുന്നു. മധുരപാനീയങ്ങളും സദ്യകളും അന്നദാനവും നൽകുന്നു. ധാരാളം സൽപ്രവർത്തികളും ചെയ്യുന്നു. ദരിദ്രരെയും പാവങ്ങളെയും സഹായിക്കുന്നു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പങ്കുവഹിക്കുന്നു. ഏറെ സമാധാനങ്ങൾ സന്ദേശങ്ങൾ പകർത്തുകയും സൗഹാർദ്ദങ്ങൾ പുതുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഈ സുദിനത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. നബിദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാരുണ്യത്തിന്റെയും സഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിന്റെയും സമാധാനത്തിന്റെയും വഴിയാണ്. ആ വഴിയിൽ മുന്നേറാൻ നാം എല്ലാവരും ശ്രമിക്കണം. വർത്തമാനകാലത്ത് അതിനേറെ പ്രസക്തിയുണ്ട്. അറിയുമോ നിങ്ങൾ മുത്ത് നബിയുടെ മൗലിദിൻ മാസം നബിദിനത്തിന്റെ ആഹ്ലാദവും ഭക്തിയും അത് വല്ലാത്തൊരു അനുഭവമാണ്. നബിദിനം മനസ്സു നിറയുന്ന കണ്ണുകൾ കുളിർക്കുന്ന ഒരു വിശുദ്ധ ദിവസമാണ്.
പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്ന ഈ ദിവസം വിശ്വാസികളുടെ മനസ്സിൽ അതുല്യമായ ആഹ്ലാദവും സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നു. രാവും പകലും ഒഴിയാതെ നിമിഷങ്ങൾ ധന്യമാക്കുന്ന മൗലീദ് പാരായണങ്ങൾ അനുവദിക്കപ്പെടുന്ന വിധത്തിൽ വീടുകളിലും മസ്ജിദുകളിലും മദ്രസകളിലും വഴിയോരങ്ങളിലും അലങ്കാരങ്ങൾ, എങ്ങും പ്രഭാഷണ സദസ്സുകൾ, എവിടെയും പ്രകീർത്തന മജ്‌ലിസുകൾ, വിദ്യാർത്ഥിയുടെ കലാസാഹിത്യവേദികൾ, ഇവയെല്ലാം നബിദിനത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമാണ്. അന്ന് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഓരോരുത്തരും പുതുപുത്തൻ വസ്ത്രങ്ങൾ അണിയുമ്പോഴും പ്രത്യേക ഭക്ഷണങ്ങൾ തയ്യാറാക്കുമ്പോഴും അത് വിതരണം ചെയ്യുമ്പോഴും ആ ആഹ്ലാദം പങ്കുവെക്കുകയാണ്. അതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ ഈ പുണ്യദിനത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദവും ആനന്ദവും വെറും ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും നാം എന്തു പഠിച്ചു, എന്തെല്ലാം ചിന്തിച്ചു തുടങ്ങി എന്ന് നാം വളരെ പ്രാധാന്യത്തോടെ വിലയിരുത്തണം. അതിലാണ് അതിന്റെ യഥാർത്ഥ അർത്ഥവും പ്രസക്ത ഭാഗവും. അനുഗ്രഹത്തിന്റെ, നന്മയുടെ, സഹനത്തിന്റെ, കരുണയുടെ, വിജ്ഞാനത്തിന്റെ, ധർമ്മത്തിന്റെ വഴിയിൽ പിറന്ന ആ നബിദിനം ആചരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും ആ വഴികൾ പിന്തുടരാനുള്ള സൽവഴിയുടെ തുടക്കമാവണം. അതിന് തുടക്കമാവട്ടെ എന്ന് ദുആ ചെയ്യാം നമുക്കേവർക്കും. എല്ലാവിധ അനൗൺസ്മെന്റുകളും വളരെ ചുരുങ്ങിയ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. കോൺടാക്ട് നമ്പർ 8139856083 ഹാഷിം കാപ്പ്. हम अपने नबी पाक से यूं प्यार करेंगे, हम अपने नबी पाक से यूं प्यार करेंगे, हर हाल में सरकार का ऐलान करेंगे, हर हाल में सरकार